മക്കൾ സെൽവൻ വിജയ് സേതുപതിയുടെ 50ാമത്തെ ചിത്രം. സംവിധായകൻ നിതിലൻ സ്വാമിനാഥൻ. ഈ രണ്ട് ഘടകങ്ങളായിരുന്നു മഹാരാജ എന്ന ചിത്രം പ്രേക്ഷകർക്ക് നൽകിയ പ്രതീക്ഷ. തൻ്റെ കരിയറിലെ 50ാമത്തെ ചിത്രവുമായി മക്കൾ സെൽവൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ ആ വരവ് വെറുതെ ആയിരിക്കില്ല എന്ന് ഓരോ പ്രേക്ഷകനും വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസത്തിൽ ഒരംശം പോലും കുറവ് വരാതെ കാത്തുസൂക്ഷിക്കാൻ വിജയ് സേതുപതിക്കും നിതിലൻ സ്വാമിനാഥനുമായി. മാസും ക്ലാസും ചേർന്നൊരു അത്യുഗ്രൻ സിനിമ അനുഭവമാണ് മഹാരാജ ഓരോ പ്രേക്ഷകനും സമ്മാനിക്കുന്നത്. മഹാരാജ എന്ന ടൈറ്റിൽ കഥാപാത്രമായാണ് വിജയ് സേതുപതി എത്തുന്നത്. ബാർബറായ മഹാരാജയുടെ ജീവിതം തന്നെ തൻ്റെ മകളായ ജ്യോതിക്ക് വേണ്ടിയാണ്. പെട്ടെന്നൊരു ദിവസം പരാതിയുമായി പള്ളിക്കരണൈ പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണ് മഹാരാജ. ലക്ഷ്മിയെ കാണാനില്ലെന്നും FIR എടുക്കണമെന്നുമാണ് മഹാരാജയുടെ ആവശ്യം. ലക്ഷ്മി ആരാണെന്ന് മഹാരാജ വെളിപ്പെടുത്തുന്നതും പിന്നീട് പോലീസ് ആ കേസ് അന്വേഷിക്കുന്നതും അതിനെ ചുറ്റിപ്പറ്റി മറ്റൊരു സംഭവത്തിന്റെ ചുരുളഴിയുന്നതുമാണ് മഹാരാജയുടെ പ്രമേയം. പെൺമക്കളുള്ള ഓരോ അച്ഛന്മാരുടെയും പ്രതിനിധിയാണ് മഹാരാജ. അച്ഛനും മകളും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ചുള്ള ഒരുപാട് സിനിമകൾ മുൻപ് വന്നിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് മഹാരാജ. മകൾക്ക് വേണ്ടി, അവളുടെ സന്തോഷത്തിന് വേണ്ടി, അവളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, അവളുടെ ജീവിതത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന, ഏതറ്റം വരെയും പോകുന്ന രണ്ടച്ഛന്മാരാണ് വിജയ് സേതുപതിയുടെ മഹാരാജയും അനുരാഗ് കശ്യപ് അവതരിപ്പിക്കുന്ന സെൽവം എന്ന കഥാപാത്രവും. ഒരു ത്രില്ലർ ചിത്രം എന്നതിനേക്കാൾ ഉപരി ഇതൊരു പ്രതികാര കഥയാണ് എന്ന് പറയുന്നതാവും കുറച്ചുകൂടെ യോജിക്കുക. ചിത്രത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് വിജയ് സേതുപതിയുടെ പവർഫുൾ പെർഫോമൻസ് തന്നെയാണ്. വൈകാരിക രംഗങ്ങളിലടക്കം പ്രേക്ഷകരുടെ ഉള്ളു പിടിച്ചുലയ്ക്കുമ്പോൾ ആക്ഷൻ സീനുകളിലെ അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫോർമേഷനും പ്രേക്ഷകരെ അമ്പരപ്പിച്ചു. അനുരാഗ് കശ്യപിന്റെ പ്രകടനവും കയ്യടി അർഹിക്കുന്നുണ്ട്. ജ്യോതിയായെത്തിയ സച്ന നമിദാസ്, നടരാജ സുബ്രഹ്മണി, അഭിരാമി, മമത മോഹൻദാസ്, സിംഗംപുലി, അരുൾ ദോസ്, മനുഷ്യകാന്ത് തുടങ്ങിയ ചിത്രത്തിലെത്തിയ മറ്റ് താരങ്ങളും അവരവരുടെ ഭാഗങ്ങൾ ഗംഭീരമാക്കി. മഹാരാജയുടെ നട്ടെല്ലെന്ന് പറയുന്നത് തന്നെ തിരക്കഥയാണ്. നിതിലൻ സ്വാമിനാഥൻ തന്നെയാണ് ചിത്രത്തിന് കഥയൊരുക്കിയിരിക്കുന്നത്. ഏത് പോയിന്റിൽ വേണമെങ്കിലും പാളിപ്പോകാവുന്ന കോംപ്ലിക്കേറ്റഡ് ആയ തിരക്കഥയെ വളരെ കൈയടക്കത്തോടെയും സൂക്ഷ്മതയോടെയും കൈകാര്യം ചെയ്യാനായി എന്നതാണ് സിനിമയുടെ ഏറ്റവും വലിയ വിജയം. ചിത്രത്തിന്റെ ആദ്യ പകുതിയിലും രണ്ടാം പകുതിയിലുമുള്ള ചില ഡയലോഗുകളും എടുത്തു പറയേണ്ടതാണ്. ഓരോ പ്രേക്ഷകന്റെയും നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങാനും ഒന്ന് ചിന്തിപ്പിക്കാനും ചില ഡയലോഗുകൾക്കായി. ഒരു ആക്ഷൻ ത്രില്ലർ ആയിരുന്നിട്ട് കൂടി ഹ്യൂമർ കറക്റ്റായി വർക്കൗട്ട് ചെയ്യിക്കാനും സംവിധായകനും കൂട്ടർക്കുമായി. സിനിമയുടെ ഓരോ ഫ്രെയിമും ലൈറ്റിങ്ങും ക്യാമറ ആംഗിളുമെല്ലാം ഒന്നിനൊന്നിന് മികവ് പുലർത്തി. ഛായാഗ്രഹണം നിർവഹിച്ച ദിനേശ് പുരുഷോത്തമൻ തീർച്ചയായും കയ്യടിക്ക് അർഹനാണ്. സിനിമയുടെ മറ്റൊരു ഹൈലൈറ്റ് പശ്ചാത്തല സംഗീതമാണ്. കഥയ്ക്കും പെർഫോമൻസിനുമൊപ്പം ചേർന്ന് നിന്നു അജനീഷ് ലോകനാഥിന്റെ പശ്ചാത്തല സംഗീതം. ക്ലൈമാക്സിലെ ട്വിസ്റ്റും സിനിമയെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി. ചെറിയ ചില കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ ഏതൊരു സിനിമാ പ്രേക്ഷകനും കണ്ടിരിക്കാവുന്ന മികച്ച ത്രില്ലറാണ് മഹാരാജ.